നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. പാലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിക്കാൻ ഒരുങ്ങി ഓസ്ട്രേലിയ. ഇറാന്റെ ആയുധത്തിൽ മാറ്റം വരുത്തി റഷ്യ. അൽ ജസീറയുടെ മാധ്യമപ്രവർത്തകൻ അദ്ദേഹം ഇപ്പോൾ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് പാലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിക്കാൻ തന്നെ ഇപ്പോൾ ഓസ്ട്രേലിയ തീരുമാനിച്ചിരിക്കുകയാണ്. ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്ററാണ് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം തിങ്കളാഴ്ച നടത്തിയത്. അതായത് പാലസ്തീനെ അംഗീകരിക്കണം എന്നുള്ളത് അവിടെയുള്ള ആ ഒരു മന്ത്രിസഭയുടെയും ഓസ്ട്രേലിയൻ മന്ത്രിസഭയുടെയും അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങളുടെയും നിരന്തരമായിട്ടുള്ള ഒരു സമ്മർദ്ദം, ആ ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ പാലസ്തീനെ ഔദ്യോഗികമായി തന്നെ അംഗീകരിക്കാൻ ഓസ്ട്രേലിയ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരമൊരു തീരുമാനം എടുത്തുകൊണ്ട് ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ പ്രതികരിച്ചത്, പാലസ്തീന് സ്വന്തമായിട്ടൊരു രാഷ്ട്രം, അതിനുള്ളൊരു അവകാശം, അതാണ് തങ്ങളിപ്പോൾ അംഗീകരിക്കുന്നത് എന്നാണ് ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ പ്രതികരിച്ചത്. ഈയിടയ്ക്കായിട്ട് നിരവധി രാജ്യങ്ങൾ പാലസ്തീനെ ഔദ്യോഗികമായി തന്നെ അംഗീകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഫ്രാൻസ് ആയിക്കോട്ടെ, ബ്രിട്ടൻ ആയിക്കോട്ടെ, കാനഡ ആയിക്കോട്ടെ, അത്തരം നിരവധി രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിക്കുന്ന ഒരു പ്രവണത അത് ഈ ഇടയ്ക്കായി തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇത്തരം രാജ്യങ്ങൾ ഇങ്ങനെ പാലസ്തീനെ അംഗീകരിച്ചത് കൊണ്ടുള്ള ഗുണം, ഇത്തരം രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിക്കുന്നതോടുകൂടി തന്നെ പാലസ്തീൻ നിയമപരമായി തന്നെ ഒരു രാഷ്ട്രം എന്ന രീതിയിൽ അംഗീകരിക്കപ്പെടുകയാണ്. ICC അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയിൽ സ്വന്തം പേരിൽ തന്നെ പാലസ്തീന് പങ്കെടുക്കാൻ സാധിക്കും. അതല്ലാതെ തന്നെ പാലസ്തീനുള്ള ജനങ്ങൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസം നൽകുന്നതാണ് ഇത്തരം പ്രസ്താവനകൾ. അതായത് ഒരു അന്താരാഷ്ട്ര പിന്തുണ പാലസ്തീന് കിട്ടുന്നു എന്നൊരു മനോഭാവം അത്തരം ജനങ്ങളിൽ ഉണ്ടാകും. എന്നാൽ ഇത്തരം രാഷ്ട്രങ്ങൾ പാലസ്തീനെ അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും യുണൈറ്റഡ് നേഷൻസിൽ അംഗമാകണമെന്നുണ്ടെങ്കിൽ കടമ്പകൾ ഇനിയും നിരവധി കടക്കേണ്ടതുണ്ട്. ഇപ്പോൾ കറന്റ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ പാലസ്തീൻ ഒരു അംഗരാഷ്ട്രമല്ല, അവർക്ക് കൊടുത്തിരിക്കുന്നത് ഒരു ഒബ്സർവർ സ്റ്റേറ്റ് എന്ന ഒരു പദവിയാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ മെമ്പർ ആകണമെന്നുണ്ടെങ്കിൽ UN സെക്യൂരിറ്റി കൗൺസിലിന്റെ അംഗീകാരം വേണം. എന്നാൽ നമുക്കറിയാം, അത്തരം ഒരു നീക്കം ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അമേരിക്ക തങ്ങളുടെ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഒരു നീക്കത്തെ അമേരിക്കയ്ക്ക് തടയാൻ കഴിയും. എന്നിരുന്നാലും ഓസ്ട്രേലിയ പോലുള്ള ഒരു രാജ്യം അവർ പാലസ്തീനെ അംഗീകരിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഇതിനെ പൊതുവെ വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ ഇത്തരം രാജ്യങ്ങൾ, അതും ഏറ്റവും അധികം അമേരിക്കയുമായിട്ടൊക്കെ സൗഹൃദം പുലർത്തുന്ന ഇത്തരം രാജ്യങ്ങൾ, ഇപ്പോൾ ബ്രിട്ടൻ ആണെങ്കിലും ശരി, കാനഡ ആണെങ്കിലും ശരി, ഇത്തരം രാജ്യങ്ങൾ ഔദ്യോഗികമായി അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും തിരിച്ചടിയാകുന്നത് ഇസ്രയേലിന് തന്നെയാണ്. അതുപോലെ തന്നെ ഇസ്രയേലിനെതിരെ പ്രമേയങ്ങൾ പാസാക്കാനും ഇത്തരം നടപടികൾ സഹായിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. ഓസ്ട്രേലിയ ഇങ്ങനൊരു നിലപാടെടുക്കുമ്പോൾ ഇതിന്റെ ചുവട് പറ്റിക്കൊണ്ട് മറ്റ് രാജ്യങ്ങളും, ഇനിയുള്ള രാജ്യങ്ങളും, ഇനി അംഗീകരിക്കാതിരിക്കുന്ന രാജ്യങ്ങൾ കൂടി പാലസ്തീനെ അംഗീകരിച്ചേക്കാം. അവരും നിലപാടുകൾ മാറ്റിക്കൊണ്ട് പാലസ്തീനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച ഒരു പക്ഷേ ഭാവിയിൽ കണ്ടേക്കാം. മറ്റൊരു വാർത്ത വരുന്നത് ഇറാനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡ്രോൺ, അതായത് ഷാഹിദ് ഡ്രോണുകൾ. ഇത്തരം ഡ്രോണുകൾ ഇറാൻ റഷ്യക്ക് നൽകിയിരുന്നു. എന്നാൽ റഷ്യ പോലെയുള്ള ഒരു രാജ്യം, അതായത് സൂപ്പർ പവർ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു രാജ്യം, ഇപ്പോൾ ഇറാൻ നൽകിയ ഡ്രോണുകൾ അതിന്റെ രൂപകൽപ്പനയിൽ മാറ്റം വരുത്തിക്കൊണ്ട് സ്വന്തമായി ഇത്തരം ഡ്രോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഷാഹിദ് ഡ്രോണുകളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കുറഞ്ഞ ചിലവിൽ കൂടുതൽ ദൂരം ഇവയ്ക്ക് സഞ്ചരിക്കാൻ കഴിയും. ഇവയുടെ റേഞ്ച് എന്ന് പറയുന്നത് 1000-നും അതുപോലെ തന്നെ 2500 കിലോമീറ്ററിനും ഇടയിലാണ്. അതായത് ഈ ഒരു റേഞ്ച് ഓരോ മോഡൽ അനുസരിച്ച് മാറ്റം വന്നേക്കാം. അതായത് കൂട്ടമായി അയച്ചുകൊണ്ട് എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ കബളിപ്പിക്കുവാനും ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ വൻ നാശം വരുത്താൻ ഇതിലൂടെ ഇത്തരം ഡ്രോണുകൾക്ക് സാധിക്കും. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ റഷ്യ ഇത്തരം ഡ്രോണുകൾ സ്വന്തമായി, അവർ മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ സ്വന്തമായി ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇറാൻ റഷ്യക്ക് ഇത്തരം ഡ്രോണുകൾ കൊടുത്തതിൽ കുഴപ്പമില്ല. എന്നാൽ ഇത്തരം ഡ്രോണുകളിൽ അവർ മാറ്റം വരുത്തിക്കൊണ്ട് അവരുടേതായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇറാൻ അതിൽ ചെറിയ രീതിയിലെങ്കിലും ആശങ്കയുണ്ട്. ഓർക്കണം, റഷ്യ പോലെയുള്ള ഒരു സൂപ്പർ പവർ ആണ് ഇപ്പോൾ ഇറാന്റെ ഡ്രോണുകൾ അവ മാറ്റം വരുത്തി ഉപയോഗിക്കുന്നത്. ഇറാന്റെ ഡ്രോൺ ടെക്നോളജിക്കുള്ള ഒരു അംഗീകാരം എന്ന രീതിയിലും ഇതിനെ വിലയിരുത്തുന്നവരുണ്ട്. എന്നാൽ ഇറാൻ കരുതിയത് റഷ്യ ഇത്തരം ഡ്രോണുകൾ അത് ഇറാനിൽ നിന്ന് തന്നെ വാങ്ങിക്കും എന്ന രീതിയിലാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ റഷ്യ ഇതിന്റെ ടെക്നോളജികൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തമായി ഇത്തരം ഡ്രോണുകൾ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയതോടുകൂടി തന്നെ ഇറാന്റെ ഒരു നിയന്ത്രണം, ഇത്തരം ഡ്രോണുകളുടെ കാര്യത്തിൽ ഇറാന്റെ ഒരു നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതിനാൽ തന്നെ ഇനി റഷ്യക്ക് ഒരുപക്ഷെ ഇനിയിപ്പോൾ ഇറാന്റെ കയ്യിൽ നിന്ന് ഇത്തരം ഡ്രോണുകൾ വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല.
മറ്റൊരു വാർത്ത വരുന്നത് ഗസയിൽ നിന്ന് തന്നെയാണ്. ഇസ്രയേലിന്റെ ഭീഷണികൾ നേരിടുന്ന അൽ ജസീറയുടെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അനസ് അൽ ഷെറീഫ് ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ മരണപ്പെട്ടു എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇദ്ദേഹത്തിന്റെ കൂടെ 4 സഹപ്രവർത്തകരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. നിരവധി മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരും ഇസ്രയേലിന്റെ ഇത്തരം നടപടിക്കെതിരെ പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട്. കിഴക്കൻ ഗസ നഗരത്തിലെ ഒരു ടെന്റിലേക്ക് നടത്തിയ ആക്രമണത്തിലാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത് എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഗസയിലെ തന്നെ ഏറ്റവും ധീരനായിട്ടുള്ള പത്രപ്രവർത്തകനായിരുന്നു ഷെറീഫ് എന്ന രീതിയിലാണ് അൽ ജസീറ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഗസയിൽ ഉയരുന്ന ശബ്ദങ്ങളെ അടിച്ചമർത്താനാണ് ഇപ്പോൾ ഇസ്രയേൽ ശ്രമിക്കുന്നത് എന്നാണ് അൽ ജസീറ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്.